ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് നമ്മൾ മാറാൻ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതായത് നമ്മൾ അത്യാവശ്യം വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ. കഴിഞ്ഞ സാറ്റർഡേയിലാണ് നമ്മൾ ടി വിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ടാത്ത നമുക്കുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ 1 വീക്കോളം, അതായത് നെക്സ്റ്റ് സാറ്റർഡേയിൽ നമുക്ക് വീട് മാറാം എന്നുള്ളൊരിതാണ്. അതായത് ചിങ്ങം 1 അപ്പോൾ അന്നത്തേക്ക് മാറാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിരുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള സാറ്റർഡേയിൽ തന്നെ ഞങ്ങൾ ഏകദേശം സാധനങ്ങളെല്ലാം നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം, അത്യാവശ്യം വേണ്ടാത്ത സാധനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ മെയിൻ കാര്യം തന്നെ ആയിരുന്നു ടി വി എന്നുള്ളത്. കാരണം അവിടുത്തെ ആ ഒരു പുള്ളിക്ക് വന്ന് ടി വി നമുക്ക് എവിടെ നമ്മൾ വീടിൻ്റെ എവിടെ നമ്മൾ നമ്മുടെ ഡിഷ് വെക്കണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരാൻ സാറ്റർഡേയിലാണ് ടൈം. സാറ്റർഡേ വൈകിട്ടത്തേക്ക് ഞാൻ വരും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ ഒപ്പീനിയൻ കേൾക്കണമല്ലോ. അപ്പോൾ അവർ പറയുന്ന സ്ഥലത്തല്ലേ നമുക്കത് ഫിറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളിടത്തൊന്നും ചെന്ന് നമുക്കത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാറ്റർഡേയിൽ തന്നെ ടി വിയും കാര്യങ്ങളും എല്ലാം അങ്ങ് മാറ്റി അത്യാവശ്യം വേണ്ടാത്ത ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാറ്റുവാണ് കേട്ടോ. അപ്പം കുഞ്ഞു മണീസും ഞങ്ങളുടെ കൂടെ ഉണ്ട്. സാറ്റർഡേ ആയിട്ട് അവർക്ക് ക്ലാസ് ഇല്ലായിരുന്നെന്ന്. അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരും എക്സൈറ്റഡ് ആണ് പുതിയ വീട് കാണുന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഞങ്ങൾ വന്നു, വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ബാംഗ്ലൂരിൽ നമ്മൾ വലിയ ഹൈഫൈ ആയിട്ടുള്ള ഒരു ആൾക്കാരൊന്നും അല്ലാത്തതുണ്ട്. അതുപോലുള്ളൊരു വീടൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു നല്ലൊരു കുഞ്ഞൊരു വീടാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ റെൻറ്റും കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിതിൽ പറയുന്നില്ല. കാരണം അതവർക്ക് അതൊരു കറക്റ്റായിട്ട് ഫീൽ ചെയ്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. എൻ്റർ ആയിട്ടുണ്ട്. അവരും എക്സൈറ്റഡ് ആണ്. അത്യാവശ്യം ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വന്ന് കയറിയ ഉടനെ കൊച്ചാൾ സെറ്റിയിലൊക്കെ കയറിയിരുന്ന് അതെങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് ജമ്പ് ചെയ്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർ ഓരോ റൂമും കയറി നോക്കുകയാണ് കേട്ടോ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെന്താ, അച്ഛൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് നേരെ മുറിയിലോട്ട് കയറ്റുമായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് അവരെ വിളിച്ച് ചോദിക്കുന്നുണ്ട് വൈകിട്ട് എപ്പോഴേക്കാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ കുഞ്ഞുമണീസ് ഈ വീടിനകമൊക്കെ കയറി കാണുകയാണ്. അപ്പോൾ ഞാനും അവരുടെ പുറകെ പോയാണ് ഈ വീടൊക്കെ പിടിക്കുന്നത് നിങ്ങളെ കൂടെ കാണിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഏകദേശം അത്യാവശ്യം വേണ്ടാത്ത കുഞ്ഞുങ്ങളുടെ ബുക്സ്, ഡ്രസ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി നിൽക്കാൻ പോകുന്ന, ഇനിയും വീഡിയോസൊക്കെ വരാൻ പോകുന്ന നമ്മുടെ വീട്. ഇതാണ് അത്യാവശ്യം വലുപ്പമുള്ളതൊക്കെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 3 മുറിയും ബാത്റൂമും കിച്ചണും. ഈ ഒരു മുറിയാണ് ഒരു പൂജാമുറി എന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അങ്ങനെ ഒരു പൂജാമുറി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ടോയ്ലറ്റും ബാത്റൂമും ഒക്കെയാണുള്ളത്. പിന്നെ ഇതാണ് 3ാമത്തെ മുറി. 2 മുറിയും ഈ ഒരു ബാത്റൂം കഴിഞ്ഞ് വരുന്ന ഒരു മുറിയാണ്. ഇത് നമുക്ക് 2 ടോയ്ലറ്റിൻ്റെയും ഇടയ്ക്കായിട്ട് വരുന്നൊരു റൂമാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്. എല്ലാം ഏകദേശമൊക്കെ ഒരുപോലൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അടുക്കള എന്ന് പറയുന്നത് ഏകദേശം അത്യാവശ്യത്തിൽ കൂടുതൽ വലുപ്പമുള്ളൊരു അടുക്കളയാണ്. പക്ഷേ ഏക ഒരു പ്രോബ്ലം നമുക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ കിച്ചൺ ടോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഒരു സ്റ്റൗ വെച്ച് കഴിയുമ്പോഴേക്കും അത് ഫുള്ളായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിന് ഏകദേശം ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ടേബിളൂടെ നമ്മളവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കണ്ട വാഷ് ബേസിനൊക്കെ നമ്മൾ അവരോട് പറഞ്ഞ് പ്രത്യേകം ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഈ വീടിനുള്ള ഒരു ഏക കുഴപ്പമെന്ന് പറയുന്നത് വെന്റിലേഷൻ കുറവാണ്. അതെനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മുടെ ആ ഒരു ITC കോളനിയാണ് കേട്ടോ, കോളനി റോഡാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലെല്ലാം ആ ഒരു വെന്റിലേഷൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഉള്ള വെന്റിലേഷൻ നമുക്കത് ഓപ്പൺ ചെയ്താൽ ഭയങ്കര കൊതുകിൻ്റെ ശല്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരത് നമുക്ക് നെറ്റ് ഇട്ടുള്ളൊരു ജനലിലൂടെ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡേയിൽ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് സൺഡേയിൽ ഞങ്ങൾ എങ്ങും പോയില്ല, നമ്മൾ ക്വാർട്ടേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മൺഡേ ആയിരുന്നു. മൺഡേയിൽ കൊച്ചാൾ സ്കൂളിൽ പോയി, വലിയ ആൾ പോയില്ല. അന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴയായ കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്യാനൊക്കെ പറ്റി. പക്ഷേ ആ മഴയത്ത് വിടാനുള്ള ഒരു ബുദ്ധിമുട്ട്, കാരണം ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കറക്റ്റ് അവരുടെ ബസ് വരുന്നിടം വരെ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിട്ടില്ല അന്ന്. അപ്പോൾ അന്ന് അവളെ കൂടെ കൂട്ടി ഞങ്ങൾ മൺഡേയിൽ വീണ്ടും നമ്മുടെ വീടിൻ്റെ അവിടെ വന്നു. അത്യാവശ്യം വേണ്ടാത്ത സാധനങ്ങൾ, അതായത് നമുക്ക് ഈ ഒരാഴ്ച നിൽക്കാൻ ആവശ്യം ഉള്ളത് മാത്രം ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ വീണ്ടും വന്നു കേട്ടോ. അന്ന് ടി വിയൊക്കെ നമുക്കെല്ലാം ശരിയാക്കി അവർ, ഞാൻ പറഞ്ഞില്ല സാറ്റർഡേ ഈവനിങ്ങിൽ എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നു.
അപ്പം അതെ നമ്മൾ അടുത്ത സാധനങ്ങളും കൊണ്ടൊക്കെ വന്ന് അത് വെച്ചു. അപ്പോൾ ആ ടി വി ഓൺ ചെയ്ത് വെച്ചത് കൊണ്ട് വലിയ ആളവിടെ നിന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നു. ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എന്നാൽ ഒതുക്കാൻ കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒതുക്കാമെന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ ആ ഷെൽഫിലൊക്കെ വെക്കാനൊക്കെ ഒരു ഷീറ്റ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. വലിയ എക്സ്പെക്റ്റേഷനോട് കൂടിയൊക്കെ ഓർഡർ ചെയ്ത സാധനം നമ്മളത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വെറും എക്സ്പെക്റ്റേഷൻ മാത്രമേ ഉള്ളായിരുന്നു, വേറെ ഒരു പ്രയോജനവും ഇല്ലായിരുന്നു. ഏകദേശം ഒരു 250 റുപ്പീസ് ആയിരുന്നു. അതിൻ്റെ ഒരു വർത്തും ഇല്ലാത്തൊരു ഷീറ്റായിപ്പോയി. അത് എങ്ങനെയൊക്കെ നോക്കിയിട്ടും ആ സാധനം നൂരുന്നില്ലായിരുന്നു, അതൊന്നാമത്തെ കാര്യം. പിന്നെ നൂന്ന് കിട്ടിയിട്ടും അതിന് വലിയ വീതിയും വലുപ്പവും ഒന്നുമില്ലാത്ത സാധനമായിപ്പോയി. അച്ഛൻ എന്നെ ശരിക്കും കളിയാക്കി കേട്ടോ. പിന്നെ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ അത് വാങ്ങണ്ടാന്നുള്ളത്. ഞാൻ പറഞ്ഞു ഒരബദ്ധം പറ്റി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് എവിടെ കൊണ്ടുവന്ന് ഇത് വെക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിപ്പോയി. അച്ഛൻ എന്നെ ഈ ടൈമിലൊക്കെ കളിയാക്കുകയാണ് കേട്ടോ. ഞാനത് തിരിച്ച് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം എൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ പറ്റിയതാണ് കേട്ടോ. ആളെന്നോട് പറഞ്ഞാണ് വാങ്ങണ്ടാന്ന്. പക്ഷെ ഞാനൊന്ന് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിയതായിരുന്നു. അതെന്തായാലും കുളമായി. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ ആരും വാങ്ങാതിരിക്കുക. കാരണം നല്ല ഭംഗിയാണ് അതവർ നമുക്ക് ആ പ്രോഡക്റ്റ് കാണുമ്പോൾ തോന്നുന്നത്. കുറച്ച് റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കൊള്ളാം എന്ന് കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വെറുതെയാണ്, ഒന്നും യൂസ് ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ. പിന്നെ ഉള്ളത് വെച്ചിട്ട് അതുമല്ല, നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും ആ റോള് വലിയൊരു റോളായിരിക്കും എന്ന്. പക്ഷേ ആ ഏകദേശം ഒരു 4 പീസസ് എടുത്തപ്പോഴത്തേനും അത് തീരുകയും ചെയ്തു. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം അവിടെ ഇവിടെയായിട്ട് അത് വെച്ചിട്ട് വെച്ചു. ആദ്യം കുറേ സാധനങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ മണ്ടയിലേക്ക് വെച്ച് കഴിയുമ്പോൾ അത് നൂരുമല്ലോ എന്ന് ഓർത്തിട്ട് അതിലേക്ക് വെച്ചു. അപ്പോൾ ഒരു വിധത്തിൽ അത് ശരിയാവുന്നില്ലെന്ന് കണ്ടു. വീണ്ടും അതെല്ലാം എടുത്ത് മാറ്റി. വീണ്ടും അതും കൊണ്ട് ഞാൻ നേരെ നമ്മൾ ഡൈനിങ് ടേബിൾ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ കിച്ചണോട് നേരെ ഓപ്പോസിറ്റ് കാണുന്ന റൂമിൽ പോയി കേട്ടോ. അവിടെയാണ് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് വെച്ചിട്ട് അവിടുത്തെ ഷെൽഫിൽ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ, നമ്മുടെ ഗ്ലാസ്സസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ ഷെൽഫിൽ അടുക്കാമെന്ന് വെച്ചു. പിന്നെ നമുക്ക് ക്വാർട്ടേഴ്സിലെ പോലെ ഷെൽഫും കാര്യങ്ങളും ഒക്കെ കുറവാണ് ഇവിടെ കേട്ടോ. ആ കിച്ചണിൽ മാത്രമാണ് ഒരുപാട് നമുക്ക് ഷെൽഫ് വന്നിരിക്കുന്നത്. അത് ക്വാർട്ടേഴ്സിലില്ലായിരുന്നു, പക്ഷേ അത് ഈ നമ്മുടെ പുതിയ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു പോരായ്മ ആയതുകൊണ്ട് ഞങ്ങൾ ഓൺലൈനിൽ തന്നെ അധികം റേറ്റൊന്നും ഇല്ലാത്ത 2 ചെറിയ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബുക്സും കാര്യങ്ങളും ഒക്കെ വെക്കാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു വാർഡ്രോബ് പോലത്തെ പ്ലാസ്റ്റിക് ടൈപ്പിൽ ഒരെണ്ണവും അതുപോലെ നമ്മുടെ റൂമിലും ഒരു ചെറുത് വാങ്ങി. അത് മാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ട് ആ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന അവിടുത്തെ ഷെൽഫിലേക്ക് അത്യാവശ്യം നമ്മൾ സാധനങ്ങളൊക്കെ അവിടുത്തെ ഷെൽഫിലേക്ക് മാറ്റാമെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവന്നതെല്ലാം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഷീറ്റ് ഒരു 2-3 അവിടെ ഇട്ടു. എന്നിട്ട് വീണ്ടും ഞാൻ തിരിച്ചു വന്നിട്ട് ഒരു ഷീറ്റ് അവിടെ നിന്ന് എടുത്തിട്ട് വന്നു. അതവിടെ വേണ്ടായിരുന്നു. ഒരു ഷെൽഫ് മാത്രം അത് വിരിച്ചിട്ട് അതിലേക്ക് സാധനങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഒരെണ്ണം വന്നു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും എടുത്ത് ഞാൻ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് അവിടുത്തെ 1-2 പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ മണ്ടയിലേക്ക് വെച്ച് എടുത്ത്. അപ്പോൾ ഇനിയും വേറെ വാങ്ങി ഇനി സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ദേ ഈ ഒരു സാധനം. ഇത് നിങ്ങൾ മിക്കവാറും എൻ്റെ വീഡിയോസിലും എൻ്റെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു കർട്ടൻ പോലത്തേത് സത്യം പറഞ്ഞാൽ അത് അച്ഛൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് അഴിച്ചിട്ട് വന്നതുകൊണ്ട് മൊത്തത്തിൽ കുരുങ്ങിക്കിടക്കുമായിരുന്നു. ഏകദേശം ഒരു 1/4-3 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ 2 പേരുടെ. ആദ്യം അച്ഛൻ കുറേ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാനും അവിടുത്തെ എല്ലാം അടുക്കിയതിന് ശേഷം ഞാനൂടെ വന്നിട്ട് അത് നമ്മൾ അഴിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ നമ്മുടെ ഷോക്കീസൊക്കെ ഏകദേശം നമ്മുടെ സാധനങ്ങളൊക്കെ ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 2 കൂടെ ഇരുന്ന് ഞാൻ പറഞ്ഞില്ല ഒരു 45 മിനിറ്റോളം എടുത്തു ഞങ്ങളത് അഴിച്ചൊന്ന് എടുക്കാൻ വേണ്ടി. അതിനിടയ്ക്കൊക്കെ എനിക്ക് ചിരിയും വന്നിട്ടുണ്ട്. കാരണം ഇത്രയും പാടുപെടേണ്ട ആവശ്യമില്ലായിരുന്നു, അത് നല്ല രീതിയിൽ അഴിച്ചെടുത്തായിരുന്നെങ്കിൽ. പക്ഷേ അച്ഛൻ അത് മൊത്തത്തിൽ ചുരുട്ടിക്കുട്ടി അഴിച്ചെടുത്ത് വെക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കുരുങ്ങിപ്പോയത് കേട്ടോ. കാരണം അതൊരു നെറ്റ് പോലത്തെ ആണല്ലോ. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ 2 കൂടെ അത് അഴിച്ച് എടുത്തു. അതെടുത്ത് കഴിഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസം തോന്നി. കാരണം ഒരു ഭഗീരഥ പ്രയത്നം കഴിഞ്ഞ പോലുള്ളൊരു ഫീലായിരുന്നു സത്യം പറഞ്ഞാൽ അത് അഴിച്ചെടുത്തപ്പോൾ കേട്ടോ. അച്ചാച്ചൻ നിന്ന് ചെയ്തിരുന്ന ആൾ പിന്നെ അവിടെ ഇരുന്നു. ഒരു സൈഡിൽ നിന്ന് ഞാൻ മറ്റൊരു സൈഡിലേക്ക് മാറി, വീണ്ടും തിരിച്ചിപ്പുറത്ത് വന്നു, വീണ്ടും തിരിച്ചപ്പുറത്ത് പോയി ചാരിയും കടന്നു ഇരുന്നു ഒക്കെയാണ് ഞങ്ങൾ അതൊന്ന് അഴിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ വലിയ ആളോട് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അവക്കാണെ ചിരിയും വരുന്നുണ്ട്. അപ്പായും അമ്മയുടെ എന്തൊക്കെയോ കാണിക്കുന്നു, പറയുന്നു, ചിരിക്കുന്നു എന്നൊക്കെ കണ്ടിട്ട് അവൾക്ക് ചിരിയും വരുന്നുണ്ട് ഈ വീഡിയോസൊക്കെ പിടിക്കുമ്പോൾ കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് അവിടെ ഇരുത്തി ഞാൻ അവളെയും കൊണ്ട് റീൽസും ഒക്കെ എടുപ്പിച്ചു കേട്ടോ. ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടുള്ള റീൽസും ഈ ഒരു കാര്യങ്ങളും ഒക്കെ ഞാൻ എടുക്കുകയും ചെയ്തു അതിനിടയ്ക്ക്. അത് വലിയൊരു സന്തോഷമായിരുന്നു ആ ടൈമിൽ കേട്ടോ. ഒടുവി ഒരു തീരാറായപ്പോഴത്തേക്കും എനിക്ക് നടുവരെ വേദനിച്ച് കേട്ടോ. നിന്നുള്ള പണിയായിരുന്നല്ലോ.
അങ്ങനെ അവസാനം ഞങ്ങളത് അഴിച്ച് ഏകദേശമൊക്കെ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെന്തായിരുന്നു, പിന്നെ അധികം കാര്യങ്ങളും പണികളും ഒന്നും അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടുന്ന് പോകാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് നമുക്ക് വീണ്ടും പിന്നെ വന്നിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടേക്ക് താമസം മാറിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് അച്ചാച്ചൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങാൻ നിന്നപ്പോഴാണ് ആൾ പറയുന്നത്, ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ വെക്കാണ്ട് ഒരു ഷെൽഫ് പോലെ വാങ്ങി എന്നുള്ളത്, അപ്പോൾ അത് ഞാൻ പാതി വരെ ആക്കി വെച്ചിരിക്കുകയാണ്, അതോടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വലിയ ആളൂടെ അവിടെ സെറ്റ് ചെയ്തിരുന്ന് TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. അച്ചാച്ചൻ അവിടെ ഇരുന്ന് അതിൻ്റെ പണികളും കാര്യങ്ങളുമായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പം അതിനൊരു കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, ഇതിന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളധികം ബലം കൊടുക്കാനേ പാടില്ല. ബലം കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഒടിഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കും കേട്ടോ. സിമ്പിളായിട്ട് നമ്മളത് കൈകാര്യം ചെയ്യണം. അപ്പോൾ അതിനൊരു നമുക്കൊരു ഹാമർ പോലെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ച് ഇടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭാഗം പൊട്ടി. ഞാൻ പറഞ്ഞു ഉള്ള ശക്തി മൊത്തവും അതിന് കൊടുത്താൽ അത് പോകും. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങി പോന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വീണ്ടും ഞങ്ങൾ പോവാണ്. കുഞ്ഞുമണീസ് 2 പേര് സ്കൂളിൽ പോയി അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ച് ഞാനും അച്ചാച്ചനൂടെ വീണ്ടും അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആ വീട്ടിലോട്ട് പോയാൽ നമുക്ക് അധികം പണികളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് നമ്മുടെ കർട്ടനും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ കുറേ തുണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഷെൽഫിലൊക്കെ അതൊക്കെ ഒന്ന് അടുക്കാമെന്നൊക്കെ വെച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നൊന്നും നടന്നില്ല. കർട്ടനൊക്കെ ഇടാമെന്ന് വെച്ചപ്പോഴാണ് ഓർത്തത് ഇനിയും കർട്ടൻ ഇട്ടാൽ കുറച്ച് പണിയുടെ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നെറ്റും കാര്യങ്ങളും ഒക്കെ വെക്കണം, എന്നാലേ നമുക്ക് ജനലൊക്കെ ഓപ്പൺ ചെയ്തിടാൻ പറ്റും, അല്ല കൊതുകിന് നല്ല ശല്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യാനൊക്കെ വെച്ചിട്ട് പോയെങ്കിലും അത് നടന്നില്ല. കാരണം ഇനിയും നെറ്റും കാര്യങ്ങളും ഒക്കെ വെക്കുന്നുണ്ട്, വീണ്ടും അതെല്ലാം അഴിക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ നമ്മൾ അച്ഛൻ പോയി ഓപ്പോസിറ്റുള്ള വീട്ടിലെ ആളുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഡ്രസ്സിംഗ് ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൊണ്ട് നമ്മൾ ഫർണിച്ചറുകാരൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കട്ടിലൂടെ നമുക്കൊന്ന് തിരിച്ചു വെക്കണമായിരുന്നു, അതുകൂടെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെയുള്ള 1-2 കാര്യങ്ങളൂടെ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് അവിടെ ഇന്ന് റീൽസും കാര്യങ്ങളും ഒക്കെ എടുക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ഇനിയും നമുക്ക് സാറ്റർഡേയിൽ ഇവിടേക്ക് മാറുകയാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ മാറുന്നതും എല്ലാമായിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാൻ. അതുവരേക്കും ബൈ.